തുടർച്ചയായ രണ്ടാം സൗഹൃദ മത്സരത്തിലും ഗോളടിച്ച് കൂട്ടി സ്പെയിൻ. ഇന്ന് നോർത്തേൺ അയർലൻഡിനെ നേരിട്ട സ്പെയിൻ 1-നെതിരെ 5 ഗോളുകൾക്കാണ് വിജയിച്ചത്. ബാഴ്സലോണ താരങ്ങളായ പെഡ്രി ഇരട്ട ഗോളുകളുമായും ലാമിൻ യമാൽ ഇരട്ട അസിസ്റ്റുമായും കളം നിറഞ്ഞു. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ സ്പെയിനെ ഞെട്ടിച്ച് ഫ്രീ കിക്കിൽ നിന്ന് നോർത്തേൺ അയർലൻഡ് ലീഡെടുത്തു. എന്നാൽ 12-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തു നിന്ന് തൊടുത്ത മനോഹരമായ ലോങ് റേഞ്ചറിലൂടെ പെഡ്രി സ്പെയിനിന് സമനില നൽകി. പെഡ്രിയുടെ സ്പെയിനായുള്ള ആദ്യ ഗോളായിരുന്നു ഇത്. പിന്നാലെ മൊറാട്ട സ്പെയിനിന് ലീഡ് നൽകി. 29-ാം മിനിറ്റിൽ നിക്കോ വില്യംസിന്റെ അസിസ്റ്റിൽ പെഡ്രി തന്നെ 2ാം ഗോളും നേടി. 35-ാം മിനിറ്റിൽ ലാമിൻ യമാലിന്റെ അസിസ്റ്റിൽ ഫാബിയൻ റൂയിസ് കൂടി ഗോൾ നേടിയതോടെ സ്പെയിൻ ആദ്യ പകുതിയിൽ 4-1 മുന്നിലെത്തി. 2ാം പകുതിയിൽ 60-ാം മിനിറ്റിൽ കഴിഞ്ഞ മത്സരത്തിലെ ഹാട്രിക് ഹീറോ ഒയർസബാൾ കൂടി ലക്ഷ്യം കണ്ടതോടെ സ്പെയിന്റെ വിജയം പൂർത്തിയായി. ലാമിൻ യമാലാണ് ഈ ഗോളിനും വഴിയൊരുക്കിയത്. യൂറോ കപ്പിന് മുന്നേ 2 വൻ വിജയങ്ങൾ സ്വന്തമാക്കാനായത് സ്പെയിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 79% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിനായിരുന്നു. 19 ഷോട്ടുകളാണ് സ്പെയിൻ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 678 പാസുകൾ 91% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. 7 ഷോട്ടുകളാണ് നോർത്തേൺ അയർലൻഡ് തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജൂൺ 15-ന് ക്രൊയേഷ്യക്കെതിരായാണ് യൂറോ കപ്പിൽ സ്പെയിന്റെ ആദ്യ മത്സരം. ഇറ്റലി, അൽബേനിയ എന്നിവരാണ് സ്പെയിന്റെ ഗ്രൂപ്പിലെ മറ്റ് എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.